ഹായ് ഫ്രണ്ട്സ്, അനുമോളെ നാറ്റിക്കാൻ വേണ്ടി വിനു വിജയ് വീണ്ടും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. വിനു വിജയ്ക്ക് ഒരു ക്ഷണം വന്നിരുന്നു. എവിടെ നിന്നിട്ട് 26 ആനുവൽ ഡേ നടത്തുന്ന ഒരു സ്ഥലത്ത് നിന്നും നമ്മുടെ അവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിരിക്കുന്നത് അനുമോളെയാണ്. അപ്പോൾ അവിടെ നിന്ന് വിനുവിനെയും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. അതിനു മുന്നേ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തുക കേട്ടോ. വളരെ ചീപ്പായിട്ടുള്ള ഗെയിമാണ് വിനു കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മറ്റുള്ളവരെ എല്ലാ കാര്യവും അറിയിക്കണം വിനുവിന്. പക്ഷേ വിനു ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് പാവം പിടിച്ച പോലെ നിൽക്കുന്നു. അപ്പം അനുമോളുടെ മുന്നിൽ ആൾ പാവം, പക്ഷേ നാട്ടുകാരെ മുഴുവൻ എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നുണ്ട്. ഇത് അനുമോൾക്കും അറിയാം, ഫാമിലിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പിടിച്ച് നിർത്തിയത്. അതായത് എല്ലാ കുറ്റവും ഇവരെ തലയിക്കും, ഒന്നല്ലെങ്കിൽ അനുമോളെ തലയ്ക്ക് എടുത്തിടും. അത് നമ്മൾ ആദ്യമേ കണ്ടതാണ് അല്ലേ. തുടക്കം മുതലേ 11,111 രൂപ എന്നൊക്കെ പറഞ്ഞ് ആ നമ്പർ വരെ ഫ്ലാഷ് ആക്കിയ ആളാണ് വിനു. അങ്ങനെ അനുമോൾ പറയുന്നത് നുണയാണ്, ഞാൻ പറയുന്നത് തന്നെ ശരിയെന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളാണ് വിനു. ആ ആൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചേച്ചിയുടെ പേരിൽ പെടലേക്ക് ഇട്ട് കൊടുത്തു അടുത്ത കുറ്റം. ബിന്നിയെ കണ്ടപ്പോൾ അവരുടെ അടുത്ത് പോയി നേരെ അറ്റാക്ക് ചെയ്ത് സംസാരിച്ചതാണ്. അവർ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ അടുത്ത് സംസാരിച്ച് അവരെ വായിരിക്കുന്നതും കേട്ട് ഇവൻ്റെ വായിലുള്ള അങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് അങ്ങനെ ആ ചേച്ചീനെയും കൂടി അതിലേക്ക് പിടിച്ചിട്ടു. എങ്ങനെ ചേച്ചിയാണ് ആ ഗ്രൂപ്പ് ബിന്നീനെ കരിവാരിത്തേക്കുന്ന ആ ഒരു സ്ക്രീൻഷോട്ട് കണ്ടപ്പോൾ ആ ഗ്രൂപ്പ് മാനേജ് ചെയ്യുന്നത് ചേച്ചിയാണ്, ഞാനല്ല എന്നും പറഞ്ഞ് കൈയൊഴിഞ്ഞു. അത് കണ്ടപ്പോൾ അനുമോൾക്ക് ദേഷ്യമായി, അനുമോളായിട്ട് പ്രശ്നമായി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനുമോളെ ഒരു 26 ആനുവൽ ഡേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു മുഖ്യ അതിഥിയായിട്ടാണ് ക്ഷണിച്ചിരിക്കുന്നത്, അധ്യക്ഷനൊക്കെ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അനുമോൾ അതിന് പോകുന്നുണ്ട്. അപ്പോൾ വിനുവിനെയും അവർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ സംഘാടകർ വിനുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അല്ലാണ്ട് വിനുവിനെ വിളിച്ച് കാര്യം പറയാതെ വിനു അറിയില്ലല്ലോ. അപ്പോൾ വിനു അവരെടുത്ത് എന്ത് പറയണം? അവരെടുത്ത് നോ എന്നോ യെസ് എന്നോ പറയണം അല്ലേ. അനുമോളുള്ള സ്ഥലത്ത് എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ എന്നും പറഞ്ഞ് യെസ്സോ നോ എന്ന് പറയണം. അതിന് പകരം വിനു അവരെടുത്ത് പറയാതെ എന്ത് ചെയ്യുന്നു, അവരെടുത്ത് നോക്കി യെസ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് വിനു നേരെ സ്റ്റാറ്റസ് ഇടുന്നു, ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇടുന്നു. എന്ത് പറഞ്ഞിട്ട് നോക്കി നോക്കൂ. ഐ റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, നിങ്ങളെ ഇൻഫോം ചെയ്യുന്നു. താങ്ക് യു ഫോർ സെൻഡിങ് മീ. എനിക്കിത് അയച്ചതിന് നിങ്ങൾക്ക് താങ്ക്സ് ഉണ്ട്. ദ ഡീറ്റെയിൽസ് ആൻഡ് ഫോർ കൺസിഡറിങ് മീ. എന്നെ കൺസിഡർ ചെയ്തതിനും എനിക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് എത്തിപ്പെടാൻ പറ്റില്ല എന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യുന്നു എന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടാണോ നമ്മൾ അറിയിക്കുക? അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ്? അപ്പോൾ അനുമോളുള്ള ഫംഗ്ഷനിൽ വിനു എത്തിച്ചേരില്ല പോലും. എന്തിന്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, വിനു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അനുമോളാണ് ചീഫ് ഗസ്റ്റ് ആയിരുന്നോട്ടെ. വിനുവിനെ ക്ഷണിച്ചിട്ടാണ് പോകുന്നത്, അനുമോളെ ക്ഷണിച്ചിട്ടാണ് പോകുന്നത്. രണ്ടുപേരും അവിടെ ക്ഷണിച്ചിട്ടിരിക്കണം. അല്ലാതെ ഒരു നിരാശ കാമുകൻ്റെ പോലെയോ അല്ലെങ്കിൽ ഒരു വിക്ടിമിൻ്റെ പോലെയോ കളിക്കാൻ നിൽക്കരുത് വിനു. ശരിക്കും ഭയങ്കര ഷെയിമാണത്, ഭയങ്കര ഷെയിമാണ്. ഇനി അടുത്ത വട്ടം വിനുവിനെ ആരെ ഏൽപ്പിച്ചാലും അവർക്ക് ഇതിനപ്പുറം ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് PR എന്ന സംഭവം ഈ വട്ടം തന്നെ നിർത്തിവെച്ചോളൂ. വിനു എല്ലാവരും അറിയിക്കേണ്ടതൊക്കെ അറിയിക്കും. ഇപ്പോൾ സായിക്ക് വിളിച്ചിട്ടാണെങ്കിലും അതുപോലെ തന്നെ സഫീന ബീവിക്ക് വിളിച്ചിട്ടാണെങ്കിലും ആർക്ക് വിളിച്ചിട്ടാണെങ്കിലും വിനു അറിയിക്കേണ്ടതൊക്കെ അറിയിക്കും. എന്നിട്ട് പറയും ഞാനൊന്നും ചെയ്തില്ലേ, എന്നെ കണ്ട കുമ്പളങ്ങ കട്ടവനെ പോലെ തോന്നുമോ എന്ന് ചോദിച്ചിരിക്കും. പക്ഷെ അയാൾ ശരിക്കും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുമോളെ. അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് അനുമോളും ഫാമിലിയും ഇയാളെ വേണ്ടാന്ന് വെച്ചത്. ആ ഫാമിലിയും തന്നെ വിടിയിപ്പിച്ച് വെച്ചത്. അനുമോളുടെ ബാക്കിൽ കിടന്ന് നടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് നടക്കുന്നത്? വിളിച്ചോടത്തേക്ക് പോവാം. അത് അനുമോളുടെ ബാക്കിലല്ല ഇയാൾ പോകേണ്ടത്. ഇയാളൊരു അതിഥിയായിട്ട് അവിടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇയാൾക്കും ഞെളിഞ്ഞിരിക്കാം. അവിടെ അനുമോളുടെ ബാക്കിൽ അനുമോളുടെ ഗുണ്ടയായിട്ടോ അല്ലെങ്കിൽ അനുമോളെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്ട് ചെയ്യുന്ന ആളായിട്ടല്ല ചെല്ലുന്നത്. ഇയാളെ അവിടെ ഒരു അതിഥിയായി വിളിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റസ് ഇട്ട് അനുമോളെ നാറ്റിക്കുന്നു. എന്ത് പരിപാടിയാണ്? ഒന്നില്ലെങ്കിൽ മുഖത്ത് നോക്കി കാര്യം പറയണോ. അവർ ആ സാധനം വിളിച്ചപ്പോൾ അവരുടെ സംഘാടകരെ ഇവരെ വിളിക്കുമ്പോൾ പറ്റില്ല കേട്ടോ സാറേ, എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ സാറുമാരെ, നിങ്ങൾ എന്നെ ഒഴിവാക്കിക്കോളി, എനിക്ക് അനുമോളുള്ള ചടങ്ങിലേക്ക് എനിക്ക് വരാൻ പറ്റില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ അനുമോളുടെ അടുത്തേക്ക് ഇനി പോവില്ല, അനുമോൾ എന്നെ കരിവാരി തേച്ചതാണ്, അതുകൊണ്ട് ഞാൻ പോവില്ല, അതുകൊണ്ട് ഞാൻ ഇൻഫോം ചെയ്യുന്നു, എനിക്ക് വരാൻ പറ്റില്ല എന്ന് ഇൻഫോം ചെയ്യുന്നു. ഇതാ സംഘാടകർ കാണൂ, ഇൻസ്റ്റയിൽ വന്നിരുന്ന് കാണൂ ഞങ്ങൾ വരുന്നില്ല എന്നുള്ള കാര്യം ഇല്ല. അപ്പോൾ ഇവൻ ഇൻഫോം ചെയ്യണം, അവരെ ഒഫീഷ്യലി ഇൻഫോം ചെയ്യണം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതൊന്നും ചെയ്യാതെ ജനങ്ങളെ അറിയിപ്പിക്കുന്നു. എന്ത് നെറിക്കെട്ട ഏർപ്പാടാണിത് വിനു? മനസ്സിലാവുന്നില്ല.